നമ്മള് ഒരു പരിപാടിക്ക് പോവാണ് കേട്ടോ. ഏത് പരിപാടി? അവിടെ എത്തിയിട്ട് പറയാം. ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. ഹലോ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പ്രൗഡ് മൊമെന്റിന്റെ ഭാഗമാവാനാണ്. ഇത് പാലക്കാട് ജില്ലയിലെ കോപ്സ് ഓഫ് സിഗ്നൽസിന്റെ 115ാമത് റൈസിംഗ് ഡേ ആണ്. ടോപ്പിൻ ടൗണിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടി 9 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ആദ്യ പരിപാടി എന്നോണം പതാക ഉയർത്തലായിരുന്നു. ഒരു സൈനിക ഉദ്യോഗസ്ഥനായതിനാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായതിനാൽ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം അഭിമാനിക്കുന്ന ഒരു നിമിഷം. ഈ പതാകയ്ക്കൊപ്പം ഉയർന്നു പൊങ്ങുന്നത് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഉയർത്തിക്കെട്ടിയ പതാകയ്ക്ക് മുന്നിലിരുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ ഫോട്ടോസ് എടുത്തു. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ഓർമ്മകളുടെ പുഷ്പാർച്ചനയായിരുന്നു അടുത്ത പരിപാടി. ഒരായുസിന്റെ വസന്തകാലം മുഴുവൻ രാജ്യത്തിനായി സമർപ്പിച്ച ഒരു കൂട്ടം ആളുകൾ ഒരിക്കൽ കൂടി ഈ പതാകയ്ക്ക് കീഴിൽ. അങ്ങനെ അണിനിരക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാനായതിൻ്റെ സന്തോഷം വേറെ. ഇത് ഒരു ഒത്തുചേരൽ എന്നതിലുപരി ഒരു കുടുംബ സംഗമമാണ്. സൈനിക വിഭാഗമായ കോപ്സ് ഓഫ് സിഗ്നൽസിന്റെ ഭാഗമായവരും അവരുടെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഒത്തുചേരൽ. ഇതൊരു കുടുംബമാണ്. പരസ്പരം അറിയാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരു ദിവസമാണിന്ന്. കേവലം മണിക്കൂറുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പരിപാടിയല്ലെന്ന് സാരം. ഒരു സൈനികോദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇതുപോലുള്ള പരിപാടികൾ അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. സോഷ്യൽ മീഡിയ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു സംഗമം എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ്. മറ്റേതൊരു സംഘടനയും പോലെ ഒരേ മനസ്സുമായി പ്രവർത്തിച്ചവർ, ഒരു മനസ്സുമായി ജീവിക്കുന്നവർ, ഭാവി ജീവിതം ഒരേ ചിന്തകളുമായി കഴിയുന്നവർ. ഇവിടെയാണ് ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലിന്റെ പ്രസക്തി. സൈനിക മികവിനും അച്ചടക്കത്തിനും പേരുകേട്ടതാണ് കോപ്സ് ഓഫ് സിഗ്നൽസ്. ദേശീയ അന്തർദേശീയ വേദികളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അവിഭാജ്യ ഘടകമാണിത്. 1911 ഫെബ്രുവരി 15 ലഫ്റ്റനന്റ് കേണൽ SH പവലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വിഭാഗമായി കോപ്സ് ഓഫ് സിഗ്നൽസ് രൂപീകരിച്ചു. തുടർന്ന് 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും കോപ്സ് ഓഫ് സിഗ്നൽസിന്റെ സേവനം വളരെയധികം പ്രശംസയർഹിക്കുന്നതാണ്. കോപ്സ് ഓഫ് സിഗ്നൽസിന്റെ മുദ്രാവാക്യം തീവ്ര ചൗക്കാസ് എന്നാണ്. വേഗതയേറിയതും സുരക്ഷിതവുമായത് എന്നർത്ഥം. 2025 കോപ്സ് ഓഫ് സിഗ്നൽസിന്റെ 115ാമത് റൈസിംഗ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ ഈ വർഷവും നമ്മൾ വളരെ വിപുലമായി തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനയ്ക്ക് അർച്ചന രാജീവിനെ ക്ഷണിച്ചോളൂ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൊടിയിരിക്കണമേ, എന്റെ പാദം നീടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറ വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ, എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. വിരമിച്ച ശേഷവും നമ്മെ വിട്ടു പിരിഞ്ഞുപോയ എല്ലാ സഹോദരങ്ങൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷം മൗനം ആചരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ കോർ ഓഫ് സിഗ്നൽസ് 115ാമത് വാർഷികം ആഘോഷിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഫോറസ്റ്റിനായി സർവീസ് ചെയ്തവർ ഒത്തുകൂടി ആ ഒരു ദിവസത്തെ നമ്മൾ ഒരു ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സ്വാഗതം നന്നായാൽ പിന്നെ എല്ലാം ഭംഗിയായി. അതായത് അതിൻ്റെ സാരം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബൗദ്ധികമായും സാമൂഹ്യപരമായും വ്യത്യസ്ത നിലവാരം പുലർത്തുന്ന ഒരു സദസ്സിനെയാണ് താൻ അഭിമുഖീകരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി താൻ പറയുന്ന സംഗതികൾ കാര്യങ്ങളെല്ലാം ആ സദസ്സിലുള്ള ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്ന ആഗ്രഹത്തോടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ തുടർന്ന് നടക്കാനിരിക്കുന്ന ചടങ്ങുകളെ കാര്യപരിപാടികളെ മൊത്തത്തിലൊന്ന് തൊട്ട് തലോടിക്കൊണ്ട് അഥവാ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ അഥവാ എന്തെങ്കിലും കമ്മി വന്നു, കുറവ് വന്നു, പിഴവ് വന്നു എന്ന് വെച്ചാൽ തന്നെ അത് കൂടുതലൊന്നും ശ്രദ്ധിക്കില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു എന്നർത്ഥം. ഈ 15ാമത് സിഗ്നലിൻ്റെ ജന്മദിന പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സിഗ്നലേഴ്സ്, അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സിഗ്നൽ വെറ്ററൻസ്, അതുപോലെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സംഘാടകരെ, നിങ്ങളോടെല്ലാമുള്ള എൻ്റെ പ്രിയപ്പെട്ട ആദരവും കടപ്പാടും ഞാൻ ആദ്യം തന്നെ അറിയിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, ഇന്ത്യൻ ആർമിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന സിഗ്നൽ കോറിനെ കുറിച്ച് നമ്മളെല്ലാം സിഗ്നൽ ആളുകളായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എങ്കിലും എൻ്റെ ഒരു ചെറിയ സർവീസായിരുന്നു. ആ സർവീസിനകത്ത് എനിക്ക് അനുഭവപ്പെട്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല പല വിധത്തിലുള്ള പട്ടാളക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും സാങ്കേതികമായും അതുപോലെ തന്നെ ശാരീരികമായും എല്ലാ നിറവും തികവും വന്ന ഒരു പട്ടാളം എന്ന് ചിലപ്പോൾ എൻ്റെ ഒരു പേഴ്സണായിട്ടുള്ള അനുഭവമായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് സിഗ്നൽ കോറിനാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ സർവീസ് ചെയ്യുന്നതിന് പഠനം സർവീസ് ചെയ്യുന്ന 80-90 കാലഘട്ടങ്ങളിൽ അന്ന് ഈ IT എല്ലാം കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ അതെല്ലാം ആർമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അന്ന് ഇന്ത്യൻ ആർമി തന്നെ കമ്മ്യൂണിക്കേഷന്, IT അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഒരു സിനോണിം അല്ലെങ്കിൽ ഒരു പര്യായമായി കണ്ടിരുന്നത് സിഗ്നൽ കോറിനെയും അതുപോലെ തന്നെ സിഗ്നലിസിനുമായിരുന്നു. വളരെ അന്നത്തെ കാലത്ത് തന്നെ വളരെ ഒരു ആദരവ് കിട്ടിയിരുന്ന ഒരു മേഖലയാണ് സിഗ്നൽ കോർ. അതുപോലെ നമുക്കറിയാം, കായികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫൻട്രി സോൾജറെക്കാളും കൂടുതൽ വളരെ എഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റുമായിരുന്ന ആളുകൾക്ക് മാത്രം സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു കോർ ഓഫ് സിഗ്നൽസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ, അച്ചടക്കത്തിൻ്റെ, അനുശാസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ആർമിയുടെ തന്നെ ഒരു പര്യായമാണ് സിഗ്നൽ കോർ. സിഗ്നൽ കോറിൽ ഒരാൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ അയാൾ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല. നിങ്ങളെല്ലാവരും ഇതിൻ്റെ സംഘാടകർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 2019 ഗവൺമെൻറ് കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിജിറ്റലൈസേഷൻ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം എന്തായെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഫിസിക്കലി അല്ലെങ്കിൽ മാനുവലി നടന്നിരുന്ന ഡോക്യുമെൻറ്റേഷനൊക്കെ സ്പർശിലും അതുപോലെ ഡിജിറ്റലൈസേഷനും മാറിക്കഴിഞ്ഞപ്പോൾ
പലരുടെയും ഡോക്യുമെന്റേഷനിൽ വളരെ വളരെ, അതായത് നമ്മൾ പണ്ട് ചെയ്ത ഡോക്യുമെന്റേഷൻ പല പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇന്റൻഷനലി ചെയ്തതായിരിക്കും. കല്യാണം കഴിക്കുന്ന സമയത്ത് DOT ഒക്കെ ചെയ്യുമ്പോൾ പഴയ കാലത്ത് ഭാര്യമാർക്ക് 18 വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെയും ഗവൺമെൻറ്റിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഏജിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളോ ഡേറ്റ് ഓഫ് ബർത്തിൽ വ്യത്യാസങ്ങളോ ഒക്കെ വരുത്തിയിട്ടുണ്ടാവും. അതുപോലെ പേരിൽ പലരുടെയും പേരുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ശാന്തകുമാരി K എന്നുള്ളത് ശാന്തകുമാരി K ശാന്തകുമാരി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റലൈസേഷൻ വന്നപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് K ആദ്യമാണോ വരേണ്ടത് അവസാനമാണോ വരേണ്ടതെന്ന് കമ്പ്യൂട്ടർ അറിയില്ല. കമ്പ്യൂട്ടറിന് K വരേണ്ട സ്ഥലത്ത് തന്നെ K വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡിപ്പെൻഡൻറ്റിന് അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും ഭാര്യമാർ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പേരുകളും ഡേറ്റ് ഓഫ് ബർത്ത് ആ കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ BPOയിൽ ശരിയായിട്ടാണോ കിടക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പട്ടാളക്കാരൻ്റെ പെൻഷൻ കൊടുക്കാൻ ആർക്കും കഴിയില്ല. നേരെ മറിച്ച് അവരുടെ കാലശേഷം ഒരു ഭാര്യ അല്ലെങ്കിൽ വിധവ പെൻഷൻ പോകുമ്പോൾ ഇവരുടെ ഡോക്യുമെന്റേഷൻ ശരിയല്ലെങ്കിൽ പല പല ഘട്ടങ്ങളിലും അവർക്ക് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളും പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വർഷങ്ങളോളം പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അതുപോലെ അവരുടെ ഭാര്യമാരോട് കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ വളരെ വളരെ റിലീജിയസ്ലി ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് തിരുത്താനുള്ള നടപടി എടുക്കുക. നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഈ പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു അഫിഡവിറ്റ് അതുപോലെ 1-2 പത്രപരസ്യങ്ങൾ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ കുറച്ച് പ്രൂഫൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് പിന്നെ അവരുടെ കാലശേഷം ഒരു 3rd ഫെല്ലോ ആയിട്ടാണ് അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ വിഡോസ് ചെല്ലുന്നത്. അപ്പോൾ ഗവൺമെൻറ് നമ്മളെ വിശ്വാസത്തിലെടുക്കുന്ന പോലെ പിന്നെ പെൻഷന് വേണ്ടി വരുന്ന നമ്മളെ ഭാര്യമാരെ വിശ്വാസത്തിലെടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട്, ആവശ്യപ്പെടാറുണ്ട്. അത് അവരുടെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭാര്യമാരെ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് തള്ളിവിടാതിരിക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശരിയാക്കണം. ഞാൻ ഈ കോർഡിനേറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പക്ഷേ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ നമ്മുടെ സൈനിക വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നൊക്കെ ഒരുപാട് സ്കോളർഷിപ്പുകൾ പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പായി ഈ പ്രൊഫഷണൽ കോഴ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ അമാൽഗമേറ്റഡ് ഫണ്ടിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ ഒരുപാട് മെഡിക്കൽ എയ്ഡുകളുണ്ട് പെൻഷനുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുക. ഇതിനോട് കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ പെൻഷനേഴ്സിൻ്റെ എല്ലാം പെൻഷൻ വളരെ നല്ലൊരു തുകയാണ്, മോശമല്ലാത്തൊരു തുകയാണ്. ഒരു 30,000-40,000 മുകളിൽ സാധാരണഗതിയിൽ എല്ലാവർക്കും പെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ തട്ടിപ്പാണ്. പെൻഷൻ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എല്ലാം പെൻഷൻ ഓൺലൈനായിട്ടാണ് വരുന്നത്. ഒന്നുകിൽ നമ്മളേതെങ്കിലും ആപ്പ് വെച്ചിട്ടുണ്ടാവും ബാങ്കിൻ്റെ, അതിലൂടെ വരും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് വരും. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിജിറ്റൽ മീഡിയ ആയിട്ട് നമ്മുടെ പെൻഷനിൽ എല്ലാവർക്കും ഒരു അപ്രോച്ച് ഒരു 3rd പാർട്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ പല ലിങ്കുകളായിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു OTP വാങ്ങിച്ചിട്ട് ഇങ്ങനെയെല്ലാം പെൻഷൻ തട്ടുന്ന ഒരുപാട് കഥകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പെൻഷൻ സൂക്ഷിക്കുന്ന അക്കൗണ്ടുകളിൽ കൂടുതൽ പൈസ സൂക്ഷിക്കാതിരിക്കുക. അതുപോലെ ആ പെൻഷൻ്റെ സേവിങ് അക്കൗണ്ട് ഉണ്ട്, അതിൽ വരുന്ന പൈസ ഉടൻ തന്നെ വേറെ വല്ല അക്കൗണ്ടിലേക്കോ FD ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനോ മാറ്റിയിട്ട് ആ അക്കൗണ്ടിൽ കൂടുതൽ പൈസ സൂക്ഷിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ തട്ടിപ്പിന് വരുത്താനുള്ള സാധ്യതകൾ വളരെ കുറയും. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു 10-20 കേസ് പല പല വിധത്തിൽ ചിലർ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കും. അങ്ങനെയുള്ള കേസുകൾ വേറെ, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്.
അതല്ലാതെ തന്നെ പല ലിങ്ക് വിട്ടിട്ടോ OTP വിട്ടിട്ടോ ഒക്കെ നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ പൈസ നമുക്കറിയാം വളരെ വിലപ്പെട്ട പൈസയാണ്. രാത്രി 12 മണിക്കും 2 മണിക്കും 4 മണിക്കൊക്കെ തണുപ്പിലും ചൂടിലൊക്കെ ഡ്യൂട്ടി എടുത്ത് ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം മാത്രം കിട്ടുന്നൊരു പെൻഷനാണ്. അത് ആർക്കും പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ളതല്ല, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കി നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്നും കൂടി ഒന്ന് വിജിലായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് എൻ്റെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ നിൽക്കുന്ന പട്ടാളക്കാരോട് വിമുക്ത ഭടന്മാരോട് അപേക്ഷിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ കർത്തവ്യം ഔപചാരികമായിട്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നതായിരുന്നു. അതെന്തായാലും നിലവിളക്ക് കൊളുത്തി ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിനും നിങ്ങളോട് കൂടെ ഈ വേദി പങ്കിടാൻ സാധിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം, ജയ്. ക്യാപ്റ്റൻ PV ചന്ദ്രൻ സർ, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്ന പൊന്നാട എണീച്ച് ആദരിക്കുന്നത് ശ്രീ അസ്ലം സർ തന്നെയാണ്. സൈനിക ജില്ലാ സേവാ ബോർഡ് അധ്യക്ഷൻ പറയുകയുണ്ടായി. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ. പണ്ട് വന്ന പെൻഷനിൽ വന്ന ആൾക്കാർ, ഇപ്പോൾ വന്ന പെൻഷനിൽ വന്ന ആൾക്കാർ, ഈ 2 കൂട്ടിലും വളരെ വ്യത്യാസമില്ല. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഓൺലൈനായി, സോ തിങ്സ് ആർ വെരി ഈസി. പക്ഷെ പഴയ പട്ടാളക്കാർക്കതല്ല, അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഉദാഹരണം എൻ്റെ ഇപ്പോൾ പുതുതായിട്ട് സർക്കുലർ റോഡിൽ യൂട്യൂബിൽ കണ്ടു, നോമിനേഷൻ ഈസ് എ മസ്റ്റ് ഫോർ ഡിപെൻഡൻസ്. ഇത് എവിടുന്ന് വന്നു എന്ത് വന്നു നമുക്കറിയില്ല. നോമിനേഷൻ അപ്പോൾ അങ്ങനെ സംഗതി വന്ന ബാങ്കുകാരായിരുന്നു. അത് നമുക്ക് ആ ഡിസ്ചാർജ് ബുക്കിൽ തന്നു കഴിഞ്ഞാൽ ഫാമിലി ഫാമിലിയുടെ പേര് ഇത്രയും മാത്രം മതിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ജോയിൻ്റ് അക്കൗണ്ട് തുറന്നു. സോ വൈഫ് ഈസ് ആൾസോ ഓതറൈസ്ഡ് ഓൺ ദ ഈവ് ഓഫ് അവർ ഡെത്ത് എന്നതാണ് അത്. അപ്പോൾ സംഗതികളൊക്കെ എടുത്തു. ഇപ്പോൾ വന്ന് പറഞ്ഞു പോരാ, നോമിനേഷൻ വേണം. എനിക്ക് 86 ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ നാളെ മറ്റും നമ്മൾ വടിയഴിക്കാൻ ഈ പാവ എൻ്റെ വൈഫ് കടന്ന് ചക്രശ്വാസം മറ്റേണ്ടി വരും. ഈ ബുദ്ധിമുട്ട് പുതുതായി വന്ന ഇതില്ല. ഞാൻ ഐ ആം ദ ഓൾഡസ്റ്റ് സോൾജർ ഓഫ് 46 കൊല്ലമായി പെൻഷൻ്റെ വന്നിട്ട്. സാറ് പറഞ്ഞ കാര്യം വളരെ ജെന്യൂനാണ്, അത് നമുക്ക് വളരെ അറിയുന്നതുമാണ്. പക്ഷെ അതിൽ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഇന്ത്യയിലെ ഡിഫൻസ് പെൻഷനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 30 lakhs ആണ്. 30 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളാണ് ഇന്ത്യയിൽ പെൻഷനേഴ്സ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു 80% ആളുകൾക്കും ഇങ്ങനെയുള്ള ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പേരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം തന്നെ നമ്മൾ 25 ലക്ഷത്തിന് മുകളിലുള്ള കേസുകൾ വന്നു. രണ്ടാമത്തത് 1987 മുമ്പ് വന്ന പെൻഷനേഴ്സിന് അത് ഗവൺമെൻറ് പോളിസി പ്രകാരം അവർ എൻഡോഴ്സ്മെൻറ്റ് ഫോർ ഫാമിലി പെൻഷൻ ചെയ്തിട്ടില്ല. അവർ ഓൺലി ഫോർ പെൻഷൻ അരിയേഴ്സിന് വേണ്ടി മാത്രമാണ് NOKനെ ഓതറൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് നമ്മൾ വൈഫിൻ്റെ പെൻഷന് പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ രണ്ടാമത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ 87 മുമ്പ് വന്ന പെൻഷനേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എൻഡോഴ്സ്മെൻറ്റ് നേരത്തെ കാലത്ത് ചെയ്യണം. അഥവാ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞ തന്നെയാണ്, നമ്മൾ ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ റീഡ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റെക്കോർഡ്സിനൊക്കെ ഈ കോണ്ടിജൻസിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്. ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഒരു പെൻഷൻ ആവശ്യമുള്ള ഒരു ഭർത്താവ് മരിച്ച ഒരു ലേഡി പെൻഷൻ അപേക്ഷിക്കുകയാണെങ്കിൽ അവർ പെൻഷന് ഫസ്റ്റ് അവർക്ക് പെട്ടെന്ന് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ.
അപ്പോൾ അവർ അങ്ങനെയുള്ള കേസുകളാണ് പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് ബാക്കി നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര് ഇതൊക്കെ മാറ്റാനുള്ളത് പെൻഡിങ്ങിൽ വെച്ചിട്ട് വിത്തിൻ 6 months 1 year ഒക്കെ അവർ സ്വാഭാവികമായിട്ടും എല്ലാ റെക്കോർഡ്സും എടുക്കുന്നുണ്ട്. അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മദ്രാസ് റെജിമെൻ്റ് സെൻറ്റർ, അതുപോലെ MEG മദ്രാസ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പ്, അവരൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. സിഗ്നലേഴ്സ് അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ടതായിരിക്കണം കുറച്ച് പതുക്കെയാണ് എങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മുടെ കാര്യം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുന്നുള്ളതാണ്. നമ്മൾ എത്ര പെട്ടെന്ന് അത് അയക്കുന്നു അത്രയും പെട്ടെന്ന് തിരിച്ചു വരും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷൻ അപ്ഡേറ്റ് ആവും. അപ്പോൾ സാറ് ഈ കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിച്ചതിനും പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞ പോലെ ഒന്നും കൂടി എനർജറ്റൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് സ്പീഡപ്പ് ചെയ്യാനുള്ള എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. നന്ദി സർ. മനോധൈര്യവും ഇച്ഛാശക്തിയുമായി കാർഗിൽ മലനിരകളിൽ നടത്തിയ അതിസാഹസിക പോരാട്ട വിജയത്തിന് ആ മധുര സ്മരണയ്ക്ക് ഇന്ന് പ്രായം 25. ഈ ശുഭ അവസരത്തിൽ ആ സൈനിക നടപടിയിൽ പങ്കെടുത്ത ജില്ലയിലെ 15 സിഗ്നലേഴ്സിനെ സ്നേഹോപഹാരം നൽകി അനുമോദിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അനുമോദിക്കാൻ ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. ആദ്യമായി ശ്രീ ഹോണറി സുബേദാർ മേജർ രമേഷ് കുമാർ സർ, ആദരിക്കുന്നത് ഗോവിന്ദൻ സർ. നമുക്കിതിനെ വളർത്തി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, തീർച്ചയായിട്ടും ബന്ധങ്ങൾ നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. അത് വളർത്തി കൊണ്ടുവരേണ്ടത് ഈ സംഘടനയിൽ കൂടെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റി വിപുലീകരണം തന്നെ അതായി മാറും. കൂടാതെ നമുക്കിന്ന് നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയണമെങ്കിൽ, അതായത് നമ്മുടെ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറും നമ്മുടെ കോർ ഓഫ് സിഗ്നൽസ് നിന്ന് വന്ന ഒരാളായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ അദ്ദേഹത്തിന് കഴിയും. സംഘടന ശക്തിയാവണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം, അതുപോലെ നല്ലൊരു സന്മനസ് വളരെ അത്യാവശ്യമാണ്. വർഷത്തിൽ ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സന്ദർഭം വരുന്നു. ഇത് വലിയൊരു ഭാഗ്യമായി കരുതണം. ഇത്രയും കാലം നമ്മൾ സർവീസ് ചെയ്തു. ഈ സർവീസിന്റെ കെയറോപ്പിൽ നമ്മൾ ഇനിയുള്ള കാലം അറിയുന്നത്. ആ ഒരു സർവീസിനെ റീകളക്ട് ചെയ്യാൻ അതനുസരിച്ചുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു അനുസ്മരണമാണ്. വിദ്യാർത്ഥിയായിരിക്കെ കലാരംഗത്ത് തന്റെ സാന്നിധ്യം അറിയിച്ച് താമസം വിന ആലാപന രംഗത്ത് ചൂടുറപ്പിച്ച ബാല്യവ്യക്തി ജയചന്ദ്രൻ. ഭക്തിഗാനം, ലളിതഗാനം, നാടകഗാനം, ചലച്ചിത്രഗാനം തുടങ്ങി വിവിധ ഭാഷകളിലായി 16,000-ലധികം ഗാനങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ. ലോകമെമ്പാടുമുള്ള ആസ്വാദക ലക്ഷ്യങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് 2025 ജനുവരി 9 പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും കാലയവങ്കയ്ക്കുള്ളിൽ മറഞ്ഞു നമ്മുടെ പ്രിയങ്കരനായ പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ സ്വരമാധുര്യം കൊണ്ടും ആലാപന മികവ് കൊണ്ടും അദ്ദേഹം തീർത്ത മലർവാടിയിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും പുഷ്പദളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരു ആരാധന നടത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മുടെ സിഗ്നൽ കോറിനെ അഭിമുഖീകരിച്ചിട്ടുള്ള സിഗ്നൽ കോറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമായ കോർ സോങ് ആലപിക്കാൻ പോവുകയാണ്.
ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നീ എന്ന നാമത്തെ മന്മരം ചെയ്യുന്നൊരായിരത്തുള്ളയോ ഞാൻ, ആയിരത്തുള്ളയോ. കരിമുകിൽ കാട്ടിലെ രജനികണ്ണിലെ കനകാംബരങ്ങൾ വാടി കടത്തുവെള്ളം യാത്രയായി യാത്രയായി. ശ്രീമരിസുദേവമാരിയുടെ ഭൂമിക്ക് ചർമ്മഗീതം എന്ന കാലത്ത് ഒരു തൈ നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു തൈ നാളേക്ക് വേണ്ടി. നിരുപണമായി നടന്നു ഇത് കളിക്കായി തൊഴിലായി അഴിനായി തണിയിലായി തേൻ പണികൾക്കായി 100 തൈ നടന്നു ചോയൂല പാവമയോവായി പകരം തരം കൂട്ടുകൈ മാത്രമായി. ഇത് ദേവി ഭൂമിയുടെ ചൂടൽ പെരുമാറ്റം കണ്ണു ചെയ്യുന്ന പൂജ. ഒത്തൈ നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരിക്കൽ കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരിക്കൽ നൂറ് കിളികൾക്ക് വേണ്ടി, ഒരിക്കൽ നാളേക്ക് വേണ്ടി. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഓരോ തൈ നടണം. അത് എന്തിനൊക്കെ വേണ്ടിക്കണമെന്നോ ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞു. നീ എന്തോ പറയാനുണ്ട്? ഒരു പാട്ട് കൂടി ഒരു പാട്ട് കൂടെ ഉണ്ട്. തിത്തിലി തിത്തിലി സുന്ദർ തിത്തിലി രംഗി രംഗി പാലി തിത്തിലി പൂജും കാലത്ത ഫീതി തിത്തിലി. ശാബാഷ് ശാബാഷ്, വെരി ഗുഡ്. അടുത്തത് ഹരിദാസന്റെ പാട്ട്. ഉണരട്ടെ ഉഷസ്സുപോലുണരട്ടെ ഒരു യുഗചേതന, ഉണരട്ടെ ഉപാസന ഉപാസന. चलो एक बार फिर से अजनबी बन जाए हम दोनों. चलो एक बार फिर से अजनबी बन जाए हम दोनों. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മറ്റൊരു മാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവർക്ക് സ്റ്റേജിൻ്റെ പരിചയം, ഒരു സദസ്സിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനൊക്കെ ഒരു പരിചയം കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞത്. അടുത്തതായി നമ്മുടെ ചടങ്ങിൻ്റെ അവസാനത്തിൽ കടക്കുകയാണ്. നന്ദി പ്രകാശനത്തിനായി പി കെ വാസുദേവൻ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ വെൽഫെയർ ഓഫീസർ അവർക്ക് എൻ്റെ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ ഇത്രയും നല്ലൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയ ഒരുപാട് ദൂരത്തു നിന്നാണ് പലരും എത്തിയിട്ടുള്ളത്. അവർക്കും എല്ലാ അംഗങ്ങൾക്കും എല്ലാ സിഗ്നലേഴ്സിനും അവരുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഇതിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ഫൈനലി ദേശീയഗാനത്തോടു കൂടി പരിപാടി അവസാനിച്ചു. ഇതിനുശേഷം ഉച്ചഭക്ഷണമാണ്. ഇവിടെ എത്തിച്ചേർന്നവർ എല്ലാവരും കൂടി തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി എല്ലാം ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇരുന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇനി ഭക്ഷണം കഴിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വർഷത്തെ കോർസ് ഡേയുടെ വിശേഷങ്ങൾ. ആദ്യമായി ക്യാഷ് പ്രൈസ് കിട്ടിയ സന്തോഷത്തിലാണ് സോനു. വരും വർഷങ്ങളിൽ ഇതെല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാവും. കാത്തിരിക്കാം ഇനി അടുത്ത വർഷത്തെ കോർസ് ഡേക്കായി.